കണ്ണൂർ പാപ്പിനിശ്ശേരി പാറയ്ക്കലിൽ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകം നടത്തിയത് ബന്ധുവായ 12 വയസ്സുകാരിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ മകളാണ് കൊല്ലപ്പെട്ടത്. കുടുംബത്തിന് തന്നോടുള്ള സ്നേഹം കുറയുന്നുവെന്ന ഭയത്താലാണ് കുഞ്ഞിനെ കൊന്നതെന്ന് 12-കാരി പോലീസിനോട് പറഞ്ഞു. എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ 9 PM പൂർണ്ണമാകുകയാണ്. ശേഷം സ്പീഡ് ന്യൂസിൽ നന്ദു വിനോബൻ. തിങ്കളാഴ്ച രാത്രിയാണ് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായത്. തുടർന്ന് നടത്തിയിട്ടുള്ള തിരച്ചിലിൽ വീടിനടുത്തുള്ള കിണറ്റിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് കുഞ്ഞിൻ്റെ ബന്ധു കൂടിയായ 12 വയസ്സുകാരിയാണ് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞത് എന്നുള്ള കാര്യം കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. ഇവർ കണ്ണൂരിൽ ഈ പാപ്പിനിശ്ശേരിയിൽ താമസിച്ചുകൊണ്ട് ആക്രി പൊറുക്കി ഉൾപ്പെടെയുള്ള തൊഴിലുകൾ ചെയ്താണ് ജീവിച്ചു വരുന്നത്. ഇവർക്കൊപ്പം തന്നെയായിരുന്നു ഈ 12 വയസ്സുകാരിയും താമസിച്ചിരുന്നത്. ഇത് മരിച്ച കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളാണ്. ആ കുട്ടിയാകട്ടെ 12 വയസ്സുകാരിയുടെ അമ്മ ഉപേക്ഷിച്ച് പോവുകയും അച്ഛൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് പിതൃ സഹോദരനൊപ്പം കണ്ണൂരിൽ താമസിക്കുന്നത്. ഈ 4 മാസം പ്രായമായ കുഞ്ഞ് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ തന്നോടുള്ള സ്നേഹം കുടുംബത്തിന് കുറയുന്നു എന്നുള്ള ഭയം കൊണ്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് 12 വയസ്സുകാരി പോലീസിന് മൊഴി നൽകിയത്. ഓബ്വിയസ് ആയിട്ട് 4 മാസം കുട്ടി കിണറ്റിലുള്ളതിന് ഒരു സസ്പീഷൻ ഉണ്ടാവും. ഇപ്പോൾ അത് അന്വേഷണത്തിൽ അത് ഒരു മർഡർ പോലെ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അത് മർഡർ ചെയ്തത് ഒരു 12 വയസ്സ് കുട്ടി. വയസ്സ് കറക്റ്റായിട്ട് ഇന്നും റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷിച്ചിട്ടില്ല. ബട്ട് 7ാவது വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവർ ആൾറെഡി ഒരു ഫാദർ ആൻഡ് മദർ ഓഫ് ദി ഡിസീസ്ഡ് ചൈൽഡ്, അച്ഛനും അമ്മയും മരിച്ച 4 മാസം കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ടായി, ഒരു ജലസ് ഉണ്ടായി. അവർ ഈ 12 വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. സ്നേഹം ഡിവൈഡായപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ. രാത്രി എല്ലാവരും ഉറങ്ങിയതിന് പിന്നാലെ ഈ 12 വയസ്സുകാരിയായിരുന്നു മൂത്രമൊഴിക്കാനായി എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മറ്റ് വീട്ടുകാരെ കൂടി വിളിച്ചുണർത്തിയത്. അതിനുശേഷം വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് അയൽവാസികൾ ഉൾപ്പെടെ ഓടിയെത്തി പരിശോധന നടത്തിയപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. ഇത് ഈ കുഞ്ഞിൻ്റെ കൊലപാതകമാണെന്നും അതിൽ വീട്ടിലുള്ളവരുടെ പങ്കും പോലീസ് തുടക്കത്തിൽ തന്നെ സംശയിച്ചിരുന്നു. ആദ്യം മാതാപിതാക്കളെയെല്ലാം സംശയിച്ചു. ആ രീതിയിലും ചില അന്വേഷണങ്ങളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ 12 വയസ്സുകാരിയിൽ സംശയമുണ്ട് എന്ന് മാതാപിതാക്കൾ പോലീസിൽ പറഞ്ഞിരുന്നു. കാരണം ഈ വീട് അകത്ത് നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് പുറത്തു നിന്നും ആർക്കും അകത്തേക്ക് കയറി കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നീട് മാതാപിതാക്കളെ കൂടാതെ ഈ വീട്ടിലുള്ളത് 12 വയസ്സുകാരിയായ കുട്ടിയാണ്. ആ കുട്ടിയുടെ മുഖത്തും ഈ സംഭവം നടന്നതിന് പിന്നാലെ ചില പരിഭ്രാന്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പോലീസിനോട് പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കുഞ്ഞിനെ ഈ 12 വയസ്സുകാരിയെ ചോദ്യം ചെയ്തത്. 12 വയസ്സുകാരി ആയതുകൊണ്ട് തന്നെ പോലീസിന് ഈ അന്വേഷണത്തിൽ വലിയ സങ്കീർണതകൾ നേരിട്ടിരുന്നു. കുട്ടിയെ അതിനനുസരിച്ചുള്ള മാനസിക പിന്തുണ നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യം ഒരുക്കിയാണ് ചോദ്യം ചെയ്യുകയും കുട്ടി ഈ കാര്യം പോലീസിനോട് പറയുകയും ചെയ്തത്. ഏതായാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ 12 വയസ്സുകാരിയായ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ പോലീസ് ഹാജരാക്കുകയും ചെയ്തു.